ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രെഡ് വെച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ റെസിപ്പിയും കാണിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 4 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയ അളവിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ബ്രൗൺ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. കണ്ടാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയ ബ്രെഡും കൂടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാനൊന്ന് പരത്തി കൊടുക്കും കൂടി ചെയ്യുന്നത്. ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്, എല്ലാതും പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതവിടെ ഇരിക്കട്ടെ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് മസാല റെഡിയാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്, ചെറിയൊരു തക്കാളിയും കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പം ഇനി അതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഈ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. 2 തണ്ട് കറിവേപ്പില ഒന്ന് പിച്ചിക്കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഇതുപോലെ ഒന്ന് വഴന്ന് വന്ന ശേഷം നമുക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടെ ചേർത്തിട്ട് അതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് വന്ന ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ചേർത്തത് നമ്മൾ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുരുമുളക് പൊടി ഇത്തിരി കൂട്ടി ചേർത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ 2 പീസ് ചിക്കൻ ഉപ്പും മഞ്ഞളും ചേർത്ത് ഒന്ന് വറുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ടുള്ളതാണ് കേട്ടോ. കണ്ടത് ഇതുപോലെ ഒന്ന് വല്ലാണ്ടായിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല. നമുക്കിത് ഫില്ല് ചെയ്ത് വെക്കുമ്പോൾ ഒത്തിരി നീളത്തിലാവണ്ട, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വറുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. അതും കൂടെ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ആ ഒരു മസാലയായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അപ്പം ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ് ഒന്ന് ചൂടാറട്ടെ കേട്ടോ. കണ്ട ഈ ഒരു രീതിക്കാണ് വേണ്ടത്, ഒത്തിരി എണ്ണ ഒന്നും ഉണ്ടാവരുത് കേട്ടോ. പിന്നെ നമ്മളിത് ബ്രെഡ് മുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് മൈദയാണ്. 2.5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് നല്ലോണം ലൂസാക്കിയിട്ടാണ് കലക്കിയിട്ടുള്ളത് കേട്ടോ. പകരം നിങ്ങൾക്ക് മുട്ട വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചീസിൻ്റെ ഒരു പീസ് 4 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ലൈസിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ ചെറിയ പീസ് എടുത്താലും മതി കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് വലുതാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞു പീസാണ് വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ 2 തരത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ ബ്രെഡ് അങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു മാവിൽ മുക്കാണ്ട് തന്നെ നമ്മളതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള മസാല ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒരു കഷ്ണം ചീസും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ അല്ല കേട്ടോ. അപ്പം ഞാനിത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എന്നിട്ട് ഇതൊന്ന് നമുക്ക് അതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. കണ്ട ഇങ്ങനെ ഒന്ന് കവർ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ബാറ്ററിൽ മുക്കിയതിൻ്റെ ശേഷം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് അങ്ങനെ സെറ്റാക്കി എടുക്കണം കേട്ടോ. കണ്ട ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് അതൊന്ന് കോട്ട് ചെയ്തിട്ട് എടുത്ത് മാറ്റിയാൽ മതി. കണ്ട നമ്മളെ ഒന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പം ഞാൻ അടുത്തത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ബ്രെഡ് എടുക്കുക, നമ്മുടെ ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം അത് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിൽക്കുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതൊന്ന് അതിലേക്ക് കളഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും.
അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പച്ചെങ്ക അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് കൈക്ക് വെച്ചിട്ട് തന്നെ നമുക്കതിങ്ങനെ അതുപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ അത് സെറ്റായിട്ട് വരും കേട്ടോ, കവറായിട്ട് വരും. കണ്ടോ? ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാം. കണ്ട ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒത്തിരി സമയം ആ ഒരു ബാറ്ററിലിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വല്ലാണ്ട് പൊടിഞ്ഞിട്ട് ഒരു ബ്രെഡിൻ്റെ ഈ ഒരു ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ അതാ ഇതും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സാവധാനം തന്നെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് കൈക്ക് വെച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് സെറ്റായിട്ട് കിട്ടും. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ 4 ബ്രെഡാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണത്തിൽ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 ബ്രെഡാണ് ഇപ്പോൾ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിക്കോട്ടെ, ആ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അങ്ങോട്ട് കൂടുതലാണ് നിങ്ങളുടെ ഗ്യാസിൻ്റെ ഇതെന്ന് വെച്ചെങ്കിൽ അതിൽ നിന്ന് ഇത്തിരി ഒന്നുകൊണ്ട് കുറച്ച് വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ ഇടരുത്. നമുക്കിതിൽ കുക്ക് ചെയ്യാനുള്ളതൊന്നുമില്ല. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടുന്ന സംഭവമാണ്. പിന്നെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ഫില്ലിങ്സ് ഒക്കെ കുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു ഭാഗം ആയ ശേഷം നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. സൈഡ് ഭാഗം ഒന്നും എണ്ണയിൽ തട്ടണില്ലെങ്കിൽ അതും കൂടെ ഒന്ന് എണ്ണയിലൊക്കെ ഒന്ന് തട്ടിച്ചിട്ട് ഒന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് കണ്ടില്ല, നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് ആയിട്ടുണ്ട്. നല്ല പുറമേ നല്ല മുരുമുരാന്നുണ്ടാവും കേട്ടോ. നമ്മൾ ക്രംസിലൊക്കെ ഇട്ടിട്ട് കോട്ട് ചെയ്തിട്ട് ഇട്ടതല്ലേ, കണ്ടോ. അപ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടാലാണ് നമ്മുടെ ഈ ഒരു സ്നാക്സ് എണ്ണ കുടിക്കുകയുള്ളൂ കേട്ടോ. അതെല്ലാം നമുക്ക് ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കുകയൊന്നുമില്ല. ഇത് കഴിക്കുമ്പോൾ എണ്ണ നമുക്ക് ചില ബ്രെഡിൻ്റെ പലഹാരം കഴിക്കുമ്പോൾ ഒക്കെ എണ്ണ വരുമല്ലോ. അപ്പം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഫ്ലെയിം നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഞാനിതാ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മളിതിൽ വേറെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. ഫില്ലിങ് ആദ്യം റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ, അവർക്ക് ഇത്തിരി ഇഷ്ടമാവും. അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കാം കേട്ടോ. അപ്പം നിങ്ങളിതിൽ ചീസ് വെക്കുന്നത് നിങ്ങൾക്ക് കൂട്ടി വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ പീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കണ്ടോ, നമ്മുടെ ആ ചീസൊക്കെ നല്ല മെൽറ്റായി വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എണ്ണ കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഫ്ലെയിം ശ്രദ്ധിച്ചാൽ മതി. ബ്രെഡിൻ്റെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നമില്ല. നമുക്ക് എണ്ണ വല്ലാണ്ട് കുടിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും വേണ്ടിയിട്ട് മറന്നു പോകല്ലേ കേട്ടോ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.